മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസ്. അതേപോലെ തന്നെ പെട്രോൾ ഓവർഫ്ലോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ പോണ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് മുമ്പ് വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ പോണത് കൊണ്ട് ഫസ്റ്റ് നമ്മളതിൻ്റെ കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഓവർഫ്ലോ പ്രോബ്ലം കാണിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു ഫ്ലോട്ട് വാൽവ് അതിൻ്റെ ഉള്ളിൽ കാർബേറ്ററിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിട്ട് നിൽക്കാറുണ്ട്. ഓപ്പണായിട്ട് കൃത്യമായിട്ട് അടയുന്നുണ്ടായില്ല. അതാണ് അതിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നത്. അത് നിലവിൽ നോക്കുമ്പോൾ അതിൻ്റെ ഫ്ലോട്ട് വാൽവ് നല്ല രീതിയിൽ തന്നെ ഡാമേജ് വന്നിട്ടുണ്ട്. അത് ശരിക്കും അലുമിനിയം മോഡലാണ്. അലുമിനിയമാണ് ആ മെറ്റീരിയൽ. അലുമിനിയം റബ്ബറും കൂടുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതിനകത്ത് അലുമിനിയം ഒരു ഫംഗസ് പിടിച്ചേക്കണ മോഡലിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലാവ് പിടിച്ച രീതികളെ മൊത്തം ജാമായിരിക്കുക. അപ്പം അങ്ങനെ പറഞ്ഞ കേസിൽ സാധാരണ രീതിയിൽ ഓവർഫ്ലോ നമ്മളിപ്പോൾ റെഡിയാക്കി വിട്ടാലും റിപ്പീറ്റും കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പക്ഷേ കാണിച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർബേറ്റർ അസംബ്ലി പാട് ഇതേപോലെ ഫുൾ സെറ്റായിട്ട് മാറ്റാനാണ് പറ്റുള്ളൂ. തൽക്കാലം നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഫ്ലോട്ട് വാൽവ് ഒരെണ്ണം മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലാണ് ബാക്കിയത്തെ നമ്മുടെ സർവീസുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും കൂടിയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് സർവീസിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അഴിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയതാണ്. അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന രജിസ്റ്റർ ചെയ്തേക്കുന്ന കംപ്ലയിൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ട്യൂണിങ് കറക്റ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്ക് ടയർ റിയർ ടയർ ഒരയണ സൗണ്ട് പോലെ തോന്നുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഗിയർ ഓയിൽ മാറ്റാം, സ്പീഡോമീറ്റർ, ജനറൽ സർവീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന വർക്കുകൾ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, അതേപോലെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോയുടെ കംപ്ലയിൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ കാർബേറ്റർ അഴിച്ച് ക്ലിയർ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ അതിന് ശേഷം വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ അടി കാര്യങ്ങളുണ്ടായിരുന്നു. വണ്ടി ഓടിച്ചു നോക്കുമ്പോഴായാലും ബാക്ക് വീലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒരച്ചിൽ നമുക്ക് പ്രത്യേകിച്ച് ആ നോർമലായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു. എങ്കിൽ കൂടി നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് വണ്ടി ചെക്കപ്പിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ കമ്പനി ലൈൻഡറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് പരമാവധി അത് ഉപയോഗിക്കാം. ഈ ബ്രേക്കിൻ്റെ പ്രത്യേകത, ഇത് ഇട്ടിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ബ്രേക്കിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബ്രേക്ക് പിടിക്കുമ്പോൾ അത്ര സ്മൂത്ത് ആയിരിക്കില്ല. എന്തായാലും നമുക്ക് കാശ് കൊടുത്ത് മേടിച്ചേക്കാണ്, അത് ഉപയോഗിച്ച് തീർക്കുക. അതിന് ശേഷം രണ്ടാമത് ഇനി ഉപയോഗിക്കുമ്പോൾ കമ്പനി ജെന്യുവൻ പാർട്സുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഗ്രീസ് ചെയ്യാം. ആ ലൈനറൊക്കെ ഉരഞ്ഞ പൊടി കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് അതിനകത്ത്. അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ടയറൊന്നും നിലയിൽ വേറെ പ്രോബ്ലം ഇല്ല. കട്ട കൂടിയ മോഡൽ ടയറാണ് കിടക്കുക. നമുക്കത് എപ്പോഴും നല്ലത് ഉപയോഗിക്കാൻ നല്ലത് സാപ്പർ മോഡലാണ്, കമ്പനി വരുന്ന മോഡലാണ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. അത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ആ ഡിസൈനാണ്. അത് ഏത് മോഡലായാലും ഏത് കമ്പനിയുടെ ആയാലും MRF, സിയറ്റ്, അപ്പോളോ ഏത് ആയാലും നമുക്ക് ആ പാറ്റേൺ ഉപയോഗിക്കണമായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ ടൈലൈറ്റിൻ്റെ ബൾബ് ഒരെണ്ണം പോയിട്ടുണ്ട്, അതിൻ്റെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് അതിൻ്റെ ഗിയറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ദിവസം വന്നിട്ട് നമ്മളത് ഗിയർ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യട്ടെ. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ, ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ നിന്നുള്ളൊരു ഓയിൽസീൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ നനഞ്ഞ രീതിയിൽ അവിടെ നിൽക്കുക. അത് തൊട്ട് താമസിക്കാണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ലീക്കേജ് കാണിക്കും. അപ്പോൾ നമ്മൾ കൈയോടൊക്കെ അതിൻ്റെ ഓയിൽസീൽ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എയറടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. തേയ്മാനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തേയ്മാനം ഉണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു പ്ലേ ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊന്നും എത്തിയിട്ടില്ല. ബെൻഡെക്സിൻ്റെ ആയാലും പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ കംപ്ലൈൻറ്റ് തോന്നണമെന്നില്ല. പിന്നെ അതേപോലെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാം. അത് ഞാൻ ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറച്ച് നമുക്ക് ഗ്രീസിൻ്റെ മയം വന്നിട്ട് അത് കൃത്യമായിട്ട് പിടിക്കാതെ, ക്ലച്ച് ഔട്ടറിൽ ക്ലച്ച് ഷൂ പിടിക്കാതെ വണ്ടിപ്പോഴുള്ളൊരു ജർക്കിങ് വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ജർക്കിങ് ഒക്കെ ഫീൽ ചെയ്തതിൻ്റെ ഒരു കാരണം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ CVT ക്ലച്ചിൻ്റെ ഈ ബാക്കിലത്തെ പുള്ളി വീലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്കുന്ന സമയത്ത് ഈ രണ്ട് വീലും ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ പിന്ന് വന്ന ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് കറക്റ്റ് റൗണ്ട് ഷേപ്പല്ല, അത് തേയ്മാനം വന്നിട്ട് ഒരു ഓവൽ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്.
അത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ 2 വീലും കൂടി മാറ്റിയാലാണ് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു നല്ല ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ആ പിന്നുകൾ മാത്രം മാറ്റിയിട്ട് തൽക്കാലം സെറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്താലും ഈ പറഞ്ഞ രീതികളെ ആ ഇടുന്ന പിന്നിനും ലൈഫ് ഉണ്ടാവില്ല, ഈ വീലും പെട്ടെന്ന് കംപ്ലൈൻറ്റിലേക്ക് വരും. എന്തായാലും മാറ്റേണ്ടി വരും. കുറച്ച് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കുറച്ചും കൂടി ഓടിക്കാവുന്ന കണ്ടീഷനിലേക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. പറ്റുമെന്നുണ്ടെങ്കിൽ അത് കൈയോടെ മാറ്റി കളഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ അങ്ങോട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതേപോലെ എൻ്റെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് കമ്പനി ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് അത് നമുക്ക് കിടക്കണ ബെൽറ്റ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം അതൊക്കെ തന്നെ ക്ലീൻ ചെയ്യാം. നമുക്ക് ഈ ബെൽറ്റിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു നൂലൊക്കെ പോലെ അങ്ങനെ പൊളിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തൽക്കാലം ഉപയോഗിക്കുക, പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ കാർബറേറ്റർ ഇപ്പോൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ്, നമുക്കത് ഓടിച്ചൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ കാർബറേറ്റർ കൂട്ടത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന യൂണിറ്റാണ്. സ്പോഞ്ച് ടൈപ്പാണ്. അത് നമുക്ക് വരുന്നത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അത് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് പൊടിഞ്ഞ രീതിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 1-2 പ്രോബ്ലംസ് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ഒന്ന് നമുക്ക് അതിൻ്റെ ഷോക്കിൻ്റെ ബുഷുകൾ തന്നെ നല്ല രീതിയിൽ ഓവലായി പോയേക്കാം. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടണം. അതേപോലെ തന്നെ ഈ ലിങ്കിൻ്റെ ബുഷും ഫൈബറും മെറ്റലും കൂടിയിട്ടുള്ള ബുഷാണ് വരാം. അതും നല്ല രീതിയിൽ തന്നെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും മാറ്റിയാൽ തന്നെ നമുക്ക് ആ ഫ്രണ്ട് കെട്ടർ ചാടുമ്പോഴുള്ള അടി കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ അത് മാറ്റിയാലാണ് ക്ലിയർ ആവുക. പിന്നെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല, അത് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കേബിൾ ഫുൾ ടൈറ്റ് വന്നു പോയേക്കാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ടിരിക്കുക, ഒരു രീതിയിൽ അത് അഴിച്ചെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നിൽക്കണേ. പരമാവധി നമുക്കത് നോക്കാം, അഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. പക്ഷേ ഒരുപാട് ബലപ്പെട്ട് നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ മീറ്റർ ഓൾറെഡി കംപ്ലയിൻ്റ് ആവും. ഇതിപ്പോൾ അത് അഴിച്ച് കിട്ടിയാലാണ് നമുക്ക് മീറ്റർ കേബിൾ കണക്ട് ചെയ്തിട്ട് മീറ്റർ വർക്കിംഗ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ മീറ്റർ മെക്കാനിസം ഫുൾ സെറ്റായിട്ട് നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അത് തൽക്കാലം നമുക്ക് പെൻഡിങ് നിർത്താം, നോക്കിയിട്ട് ബാക്കിയത്തെ വർക്കുകൾ ചെക്ക് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് അതെന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം. പിന്നെ ഹോണിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ഹോൺ ഓൾറെഡി നമുക്ക് ഈ സ്വിച്ച് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതിനേക്കാൾ ഉപരി ഹോൺ ട്യൂൺ ചെയ്തിട്ടും കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഡയറക്റ്റ് കൊടുത്തിട്ട് ട്യൂൺ ചെയ്തിട്ടും കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഹോൺ മാറ്റിയതിന് ശേഷം സ്വിച്ചും കൂടി ചേഞ്ച് ചെയ്തിട്ടാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കണത് കംപ്ലയിൻറ്റ് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെയാണ്. 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ബാറ്ററിയുടെ പ്രോബ്ലമാണ് മെയിനായിട്ട് നമുക്കത് സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം കേട്ടോ. കാരണം ഓൾറെഡി ഇപ്പോൾ തന്നെ വോൾട്ട് വളരെ കുറവായിട്ടാണ് വന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ചാർജിൽ ഇട്ടേച്ചാണ് വണ്ടി ഇപ്പോൾ കയറ്റിയാണ്. എന്നിട്ടും നിലവിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ട് ഒരുപാട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. എന്നാലും ഈ മോട്ടറിന് ചെറിയൊരു വലിച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ അത് സെൽഫ് ബാറ്ററി പുതിയത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവറിൽ കൃത്യമായിട്ട് അടിച്ചോളും, വേറെ പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാൻ. പിന്നെ അതേപോലെ തന്നെ ഈ ഇന്നർ കവറിൻ്റെ ഈ സൈഡൊക്കെ ഇവിടെ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പൊട്ട് വീണതുകൊണ്ട് തന്നെ ചെറിയൊരു ഷെയ്ക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടാവും. തൽക്കാലം എന്തെങ്കിലും ഒരു പ്ലേറ്റ് വാഷ് എന്തെങ്കിലും വെച്ചിട്ട് പിടിപ്പിക്കാം, പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത രീതിയിൽ. കൂട്ടത്തിയുടെ സെൽഫിൻ്റെ സ്വിച്ച് കൂടി ചേഞ്ച് ചെയ്തിടാം. സെൽഫ് സ്വിച്ച് വലിയ പഴക്കമായിട്ടല്ല, പക്ഷേ പ്രോബ്ലം അതാണ്. അതുകൊണ്ട് ക്ലിയർ ചെയ്താലാണ് റെഡി ആവുള്ളൂ. എൻജിൻ ഓയിൽ നമ്മൾ നോക്കി, ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരല്പം കുറവ് ആ ലീക്കുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമുക്കൊന്ന് ടോപ്പപ്പ് ചെയ്യാവുന്നതുള്ളൂ. നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം അത്യാവശ്യം വേണ്ട ഈ ഭാഗങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ ഈ ഫ്രണ്ടിലത്തെ 2 ബ്രേക്കിൻ്റെ കേബിളുകൾ അടുത്ത സർവീസിലേക്ക് എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ഹാർഡായി പോയേക്കാണ്. തന്നെ ഔട്ടർ ചെറിയ വലിച്ചിലൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ മാറ്റണമെന്നില്ല. ഇപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് വരും. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് സർവീസിലേക്കും ഇടാം. അതിനിടയിലെങ്ങാനും കൂടുതൽ ബ്രേക്ക് പെട്ടെന്ന് ലോഡാവുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മാറ്റേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. കേസ് പറയാൻ വിട്ടുപോയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. നമുക്ക് ഈ താക്കോൽ സെറ്റിന് ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലല്ല, സീൽഡ് മോഡലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കോൺടാക്റ്റ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്പ്രേ അടിച്ചത് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. അതിൻ്റെ ലക്ഷണം കാണിക്കണം എന്താ വെച്ചാൽ നമ്മൾ താക്കോൽ ഓൺ ചെയ്താലും നമുക്ക് ഹോണോ ഇൻഡിക്കേറ്ററൊന്നും പ്രോപ്പറായിട്ട് വർക്കാവില്ല, ഒരു കോൺടാക്റ്റും ഇല്ലാത്ത രീതിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ താക്കോൽ പതുക്കെ നനക്കുമ്പോഴാണ് കോൺടാക്റ്റ് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ലക്ഷണം കേട്ടോ. തൽക്കാലം ആ കംപ്ലയിൻറ്റ് നമ്മൾ കണ്ടിരുന്നു. നിലവിൽ തൽക്കാലം അതിൻ്റെ കോൺടാക്റ്റ് ക്ലീനർ അടിക്കാം. പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് കീ സെറ്റപ്പ് അടിയാണ് മാറ്റാൻ പറ്റുള്ളൂ. ഇരിക്കുന്ന യൂണിറ്റ് അടക്കമാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി ഓടിക്കുക, പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മാക്സിമം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. തീരെ പറ്റാണ്ടാവുമ്പോൾ മാറ്റിയാൽ മതി. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്, അതുകൂടി ഒന്ന് അറിഞ്ഞു വെച്ചോളാം. ഓക്കെ.